ഇടുക്ക് വാതിലിലൂടെ അകത്ത് പ്രവേശിപ്പിൻ. ജീവങ്കിലേക്കുള്ള വാതിൽ, അതിൻ്റെ വഴി ഇടുക്കമുള്ളതും ഞെരുക്കമുള്ളതുമാണ്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വാതിലാകുന്നു എന്ന്. അപ്പോൾ ആത്മീയതയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തി, ആത്മീയത ജീവിതത്തിൽ പകർത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പാത അത്യാവശ്യം ഞെരുക്കമുള്ളതാണ്, ഇടുക്കമുള്ളതാണ്. ലോകത്തിൻ്റെ വാതിൽ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്. അതിൽ കൂടെ പോകുന്നവർ അനേകരാണ്. അപ്പം ദൈവസ്നേഹം അല്ലെങ്കിൽ ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു. അതുപോലെ തന്നെ ഈ ലോകത്തോട് നാം അനുരൂപരാകരുത് എന്നും പല ബൈബിൾ വചനങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ആത്മീയ വ്യക്തി അയാളുടെ പാത, അയാൾ പോകുന്ന വഴി വളരെ ഞെരുക്കമുള്ളതാണ് എന്ന് ബൈബിൾ ഓർമ്മപ്പെടുത്തുന്നു. അത് വളരെ സത്യസന്ധമായ ഒരു കാര്യം കൂടെ തന്നെയാണ്. കാരണം ഏറ്റവും പ്രയാസകരമായ ഒരു ജീവിത ശൈലി തന്നെയാണ് ആത്മീയരുടെ ആത്മീയ യാത്ര എന്ന് പറയുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് വലിയ ഒരു കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് എപ്സ്റ്റീൻ ഫയൽ പുറത്തു വന്നു. പല ലോകരാജ്യത്തിലെ പല ഉന്നതന്മാരായ നേതാക്കൾ, രാഷ്ട്രീയത്തിൽ ഉയർന്ന വ്യക്തിത്വമുള്ളവർ, അതുപോലെ തന്നെ ശാസ്ത്ര മേഖലയിലുള്ള ആളുകൾ, സമ്പന്നരായ ആളുകൾ, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വലിയ ആളുകൾ, ഇപ്പോൾ മൈക്കിൾ ജാക്സനെ പോലെയുള്ള ആളുകൾ തുടങ്ങിയ ആളുകളൊക്കെ ഈ എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ ഒരാളുടെ വലയത്തിൽപ്പെട്ടു. അതായത് അദ്ദേഹം ഒരു ദ്വീപ് വാങ്ങിച്ചു. ഒരു സ്ഥലത്ത് ദ്വീപ് വാങ്ങിച്ചു. അവിടെ കുട്ടികളെ, 12 വയസ്സ് തൊട്ട് 17 വയസ്സുള്ള കുട്ടികളെയും അല്ലാത്തവരെയും, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മറ്റ് പ്രായമുള്ള ആളുകളെയൊക്കെ അവരെയൊക്കെ ഉപയോഗിച്ചിട്ട് അദ്ദേഹം അവിടെ വലിയ തരത്തിലുള്ള സെക്സ് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതുമാത്രമല്ല, പലതരത്തിലുള്ള ക്രൂരമായിട്ടുള്ള നമ്മൾ ഒരുപക്ഷെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും പ്രവർത്തികളാണ് ആ ദ്വീപിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയത്. അതിലെ നമ്മുടെ ഇംഗ്ലണ്ടിലെ രാജകുമാരന്മാർ വരെ അതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം ഓരോ ഇമെയിൽ വഴി ഓരോരുത്തരും സ്വാധീനിക്കും. ബിൽഗേറ്റ്സ് പോലെയുള്ള അതിസമ്പന്നരായ ആളുകൾ, അദ്ദേഹത്തിന് അവസാന ലൈംഗിക രോഗം വരെ ഉണ്ടായെന്നുള്ളതാണ്. ഈ എപ്സ്റ്റീൻ ഫയൽ പറയുന്നതിന് തൊട്ട് മുമ്പ് ഗ്രീക്ക് ഇതിഹാസകാരനായ ഹോമറുടെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. മനോഹരമായ സൈറൻ ദ്വീപ് എന്നാണ് ആ കഥയുടെ പേര്. വർഷങ്ങൾക്ക് മുമ്പ് ഈ കഥ ഞാൻ വായിക്കുകയുണ്ടായി. വളരെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഹോമറുടെ ഈ കഥ ഒരു ദ്വീപിലാണ് ഈ കഥ നടക്കുന്നത്. ആ ദ്വീപ് മുറിച്ച് കിടക്കുന്നവർ, ആ ദ്വീപിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ദ്വീപിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക സാധ്യമല്ല. അപ്പോൾ ആ ദ്വീപ് കഴിഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ആ വഴി പോയ ആൾക്കാർക്ക് കഴിയാറില്ല. അങ്ങനെ ഒരു പന്തയം വെക്കുകയാണ്, ഒരു ബെറ്റ് പോലെ ഒരു പന്തയം വെക്കുകയാണ്. ആ ഒരു ദ്വീപിനുള്ളിൽ പോയിട്ട് തിരിച്ചു വരണം, അത്രേ ഉള്ളൂ കാര്യം. അല്ലെങ്കിൽ ആ ദ്വീപിലേക്ക് പോകുന്ന വഴിയിൽ ആ ദ്വീപ് മുറിച്ച് കിടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തണം, എന്നിട്ട് തിരികെ വരണം. അങ്ങനെ പല ആളുകളും പോയി അതിൽ പരാജയപ്പെടുകയാണ്. കാരണം ആ ദ്വീപിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംഗീതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ദ്വീപും, സുന്ദരിമാരായ നർത്തകിമാർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കൊല്ലപ്പെടും, അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ല. ഒരു പ്രത്യേകമായ ലോക്കിൽ നിങ്ങൾ പെട്ടുപോകും. അപ്പോൾ ഇത് മറികടക്കുന്നതിന് വേണ്ടി പലരും പോയി, അവർ തിരിച്ചു വന്നില്ല. അങ്ങനെ ഒരാൾ അതിന് റെഡിയായിട്ട് വന്നു. അങ്ങനെ അയാളുടെ കപ്പലിൽ കയറി അയാളും കുറച്ച് സംഘങ്ങളൊക്കെ ആയിട്ട് ഈ ദ്വീപിലേക്ക് പുറപ്പെടുകയാണ്. അതായത് ഈ സൈറൻ ദ്വീപ് എന്ന് പറഞ്ഞ വശ്യമനോഹരമായ ഈ ദ്വീപിലേക്ക് പോവുകയാണ്. അവിടെ എല്ലാവിധ കൊള്ളരുതായ്മകളുമുണ്ട്. അപ്പോൾ ഈ ദ്വീപിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ പാട്ട്, ഭയങ്കരമായിട്ടുള്ള സംഗീതം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആ ദ്വീപിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുകയും നമ്മൾ അവിടെ ചെല്ലുകയും ചെയ്യും. അവിടെ നൃത്തവും സുന്ദരിമാരായ പെണ്ണുങ്ങളും എല്ലാവരും അവിടെ ഉണ്ട്. അപ്പം നമുക്ക് അവിടുന്ന് തിരിച്ചു വരാൻ സാധ്യമല്ല. അങ്ങനെ ഈ ഇദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ പാട്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി ഇയാൾ ചെവി മെഴുകൊക്കെ വെച്ച് ചെവി അടച്ച്
അയാൾ ആ ദ്വീപിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ കപ്പലിൽ തന്നെ ബന്ധിച്ച് മറ്റുള്ളവരെ കൊണ്ട് തന്നെ കൈയും ശരീരം മുഴുവൻ അയാൾ കെട്ടി ബന്ധനസ്ഥനാക്കിയിട്ടാണ് അയാൾ ദ്വീപിലേക്ക് പോയെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ അപ്പം ആ ദ്വീപിൻ്റെ അടുത്ത് എത്തിയപ്പോൾ വശ്യമായ സംഗീതം കേട്ടു. അപ്പം അയാൾക്ക് പോകണമെന്നുണ്ട്. പക്ഷെ വശ്യമായ സംഗീതം കേട്ടെങ്കിലും അയാളുടെ കാതുകൾ ഇതാക്കിയിട്ടില്ല, കാതുകൾ മുഴുവൻ കേൾക്കാൻ പറ്റില്ല പാട്ടിൻ്റെയൊക്കെ. അതുപോലെ തന്നെ ഇയാളുടെ ശരീരം വലിഞ്ഞു മുറുക്കിയത് കൊണ്ട് അയാൾക്ക് പോകാൻ അങ്ങോട്ട് കഴിഞ്ഞില്ല. പക്ഷെ അയാൾ വിജയകരമായി തിരിച്ചെത്തി എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ ആൾ ജെയ്സൺ എന്ന് പറഞ്ഞൊരാൾ ആള് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് അദ്ദേഹം അവലംബിച്ചത്. അത് മുറിച്ചു കിടക്കാൻ അദ്ദേഹം ചെയ്തത് തൻ്റെ നാട്ടിലെ ഏറ്റവും മികച്ച പാട്ടുകാരനായ ഓർഫ്യൂസിനെ കൂടി അതിലുൾപ്പെടുത്തി ഒരു വലിയ ഗായക സംഘം അദ്ദേഹത്തിൻ്റെ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ ദ്വീപിലേക്ക് അദ്ദേഹം പോവുകയാണ്. അപ്പോൾ ഈ ദ്വീപിലേക്ക് എത്തുന്ന സമയത്തേക്ക് അവിടെ നിന്ന് വരുന്ന വലിയ സംഗീതം ഇദ്ദേഹം നാട്ടിൽ നിന്ന് കൊണ്ടുപോയ കുറേ പാട്ടുകാർ ഈ ദ്വീപ് എത്താറാകുമ്പോൾ അവർ പാടി. അപ്പം ഈ സംഗീതത്തിൽ മറ്റേ സംഗീതം താഴ്ന്നു പോവുകയും അങ്ങനെ അദ്ദേഹം വിജയകരമായി എത്തിപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ കഥ. ഈ എപ്സ്റ്റീൻ ഫയൽ വന്നപ്പോൾ ഈ കഥയെക്കുറിച്ചൊന്ന് ഓർത്തുപോയി. കാരണം നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഒരു വലിയ വേശ്യാവൃത്തിയും നരകത്തെയും എല്ലാവിധ പാപങ്ങളും എല്ലാവിധ തെറ്റുകളും ആവർത്തിക്കുന്ന ഒരു ദ്വീപ് ഉണ്ടാകുക എന്നുള്ള സങ്കല്പം മാത്രമായിരുന്നു. ഒരു കഥാകൃത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ സങ്കല്പം മാത്രമായിരുന്നു. പക്ഷേ അത് സങ്കല്പമല്ലായിരുന്നു, യാഥാർത്ഥ്യമായിരുന്നു എന്നാണ് സത്യം. അപ്പം ഈ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന അപ്പുറത്തേക്കാണ് ഈ എപ്സ്റ്റീൻ ഫയൽ പുറത്തു വിട്ടത്. ഇന്ത്യയിലെ സമ്പന്നനായ ഒരു വ്യാപാരി, ഒരു വ്യവസായിയുടെ സഹോദരൻ ഈ എപ്സ്റ്റീൻ ഫയലിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ ആ സഹോദരൻ്റെ പേര് ഞാൻ പറയുന്നില്ല. കാരണം ഒരു വീട്ടിലെ ഒരു പിതാവിൻ്റെ 2 മക്കളിൽ ഒരാൾ മോശമായി പോയി എന്ന് വിചാരിച്ച് മറ്റേയാളുടെ വീട്ടുപേര് സൽപ്പേരും കൂടി കളയണ്ടെന്ന് ഓർത്തുകൊണ്ടാണ് മനഃപൂർവ്വം അത് പറയാതിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അറിയാതിരിക്കാം. കാരണം ഇത് അദ്ദേഹവും ഈ പെട്ടു ഈ കേസിൽ. അദ്ദേഹം അവിടെ ചെന്ന് യുവതികളൊക്കെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പം ഇങ്ങനെ ഒരു സ്ഥലം, അതായത് ഈ നാശത്തിലേക്ക് പോകാനുള്ള വഴി വിശാലമാണ്. അതിലൂടെ പോകുന്ന അനേകരാണ്. ഇവിടെ ഈ എപ്സ്റ്റീൻ ഫയലിൻ്റെ പ്രത്യേകത വെച്ചാൽ അവിടെ സമ്പന്നർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അവിടെ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങണം. അപ്പം അത്രയധികം സമ്പത്തുള്ളവരെ മാത്രമേ അദ്ദേഹം ചെയ്യാറുള്ളൂ. അദ്ദേഹം ഇമെയിൽ അയച്ചിട്ട് ആളുകളെ കസ്റ്റമറെ ഇതാക്കണം. അപ്പോൾ എല്ലാ ആളുകളും അവിടെ ചെല്ലും. മുമ്പ് പറഞ്ഞ ബിൽഗേറ്റ്സിനൊക്കെ ലൈംഗിക രോഗം വരെ ഉണ്ടായെന്നുള്ളതാണ്. ഏറ്റവും നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന അപ്പുറത്തേക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അത്രയും ക്രൂര കൃത്യങ്ങളാണ് ആ ദ്വീപിൽ നടന്നത്. അപ്പം ജീവങ്കിലേക്ക് പോകുന്ന വാതിലിടുക്കമുള്ളതാണ്. അതാണ് ആത്മീയക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ആത്മീയത എന്ന് പറയുന്നത് വളരെ ഞെരുക്കമുള്ളതാണ്. ഇപ്പം നമ്മുടെ കാലഘട്ടം സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും അല്ലെങ്കിൽ യൂട്യൂബിൻ്റെയൊക്കെ വഴി കാലഘട്ടമാണ്. സംഗീതത്തിൻ്റെ ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജെയ്സൺ അവരുടെ നാട്ടിൽ നിന്ന് കുറേ പാട്ടുകാരെ കൊണ്ടുവരും. അപ്പം ഈ ആത്മീയക്കാരായ ആളുകൾ വെച്ചാൽ അവരുടേതായ സംഗീതത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങൾ വരികില്ല എന്നുള്ള ഈ ജെയ്സന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അത് പറഞ്ഞ പോലെയാണ് നമ്മൾ ആത്മീയരായ ആളുകൾ ദൈവികമായ ബന്ധത്തിലുള്ള പാട്ടുകളും അതുമായി ബന്ധപ്പെട്ടുള്ള വചനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അനുവർത്തിച്ച് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിലേക്ക് പോകില്ല. പക്ഷേ ഇപ്പോഴും ഏറ്റവും അച്ചടക്കമുള്ളതും ആയ ഒരു കാര്യമാണ് ആത്മീയത എന്നുള്ളത്. അതാണ് യേശു പറഞ്ഞത്, ഈ ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ, ആ വാതിൽ കൂടെ കടക്കുന്നവർ ചുരുക്കം അത്രേ, അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ആ വാതിലൂടെ കടക്കുന്നത്. യേശു പറഞ്ഞത് ഐ ആം ദ ഡോർ, ഞാൻ വാതിലാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിലൂടെ പോകുന്ന വഴി വളരെ ഞെരുക്കമുള്ള ഒരു വഴിയാണെന്ന് ഈ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അത് സൂചിപ്പിക്കുന്നു. കാരണം ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന ഒരു ഒട്ടകം കുടലിൻ്റെ ഉള്ളിൽ അകത്തൂടെ പ്രവേശിക്കുന്നതിനേക്കാൾ പ്രയാസമാണെന്ന് യേശു പറഞ്ഞു. പക്ഷേ പണം സമ്പാദിക്കുന്ന ഒരുപാട് ആളുകൾ, നല്ല ആളുകളുണ്ട് ഉള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ ബിൽഗേറ്റ്സ് പോലുള്ള ആളുകൾ പോയി എന്ന് പറഞ്ഞപ്പോൾ വലിയ ദുഃഖമുണ്ടായി. കാരണം വാസ്തവത്തിൽ
നമുക്ക് അധികം പണമില്ലാത്തത് നല്ലതാണ്. കാരണം ഒരുപാട് പണം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ വരും നമ്മുടെ അടുത്തേക്ക് വരിക. നമ്മൾ ആ ദ്വീപിലേക്ക് പോകാം. ചില ആൾക്കാർക്ക് ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പല ആൾക്കാരും അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ദ്വീപിലെ ഈ കസ്റ്റമറായിട്ട് പോയ ആളുകൾ വരെ അവിടെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം കാരണം അതൊരു ദ്വീപാണ്. അതിൻ്റെ അകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടം ജ്വലിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ സെല്ലുലാർ ജയിൽ സ്ഥാപിച്ചു. ആ സെല്ലുലാർ ജയിൽ കണ്ടാൽ തന്നെ നമുക്കറിയാം അത് വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ, അതുപോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളൊക്കെ ഈ ദ്വീപിൻ്റെ ഉള്ളിൽ കൊണ്ടിടും, ഈ ജയിലിൽ കൊണ്ടിടും. അവിടെ ക്രൂരമായ പീഡനങ്ങളാണ്. അവിടുന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. കാരണം വെച്ചാൽ അവിടെ രക്ഷപ്പെട്ടാൽ ചുറ്റും വെള്ളമാണ്. അതുമാത്രമല്ല അവിടെ താമസിക്കുന്ന നരഭോജികളായ ആളുകളാണ്. അവർ പിടിച്ച് തിന്നുകയും ചെയ്യും. ഭയങ്കര പ്രയാസമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കലാപാനി പോലെയുള്ള സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഇപ്പം യോഹന്നാൻ യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ അദ്ദേഹത്തെ പത്മോസ് ദ്വീപിലേക്കാണ് നാട് കടത്തിയത്. അപ്പോൾ അവിടെ ഇതുപോലെയാണ് ഈ പലവിധ ശിക്ഷാ നടപടി കൊടുത്ത് അവസാനം അദ്ദേഹത്തെ ദ്വീപിലേക്ക് കൂടെയാണ്. കാരണം ദ്വീപിൽ ചെന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നീട് യോഹന്നാൻ അവസാന കാലത്ത് തിരിച്ചു വരുന്നുണ്ട്. മറ്റൊരു രാജാവിൻ്റെയൊക്കെ സഹായത്തോടെ അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. അപ്പം ഇത് കുറ്റവാളികൾ കൊണ്ടിട്ട ദ്വീപ് പോലെയാണ് പത്മോസ് ദ്വീപ്. പക്ഷെ അവിടെ വെച്ച് അദ്ദേഹത്തിന് വെളിപ്പാട് പുസ്തകം അദ്ദേഹം എഴുതിയത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കാരണം ഇവിടെ ഒരു ദ്വീപിലകപ്പെടുകയാണ്. പലപ്പോഴും ഈ ആത്മീയ രംഗത്ത് പ്രവേശിക്കാത്ത നമ്മൾ പോകുന്ന ആൾക്കാരൊക്കെ നമ്മളൊക്കെ ഏതൊക്കെയോ ഒരു ദ്വീപിൽ പെട്ട് നമ്മളിങ്ങനെ അലയുകയാണ്. നമ്മൾ ശരിക്കും ആത്മീയ ബൈബിളിൻ്റെ വീക്ഷണത്തിൽ കൂടെ അല്ലെങ്കിൽ ആത്മീയ രംഗത്തിൽ കൂടെ പ്രവേശിക്കാതെ നാശകരമായ വഴി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ഒരു ദ്വീപിലകപ്പെട്ട പോലെയാണ്. ഒരു സാത്താൻ്റെ ദ്വീപിലകപ്പെട്ടതുപോലെ തന്നെയാണ്. എപ്സ്റ്റീൻ ഫയലും അങ്ങനെയാണ്. സാത്താൻ്റെ കാരണം അവിടുത്തെ നമുക്ക് വിഷ്വലുകളൊക്കെ ഒരു പുറത്തു വിട്ട്, രാജ്യം പുറത്തു വിട്ട് നമുക്ക് കണ്ടിരിക്കാനും കഴിയില്ല. ഏതെങ്കിലും ഒരു ക്രൂരകൃത്യം മാത്രമല്ല, എല്ലാ തരത്തിലുള്ള മർദ്ദനങ്ങളും, എല്ലാ തരത്തിലുള്ള നമുക്കത് വേദനാജനകമായ രീതിയിൽ കണ്ടിരിക്കുകയുള്ളൂ. എങ്ങനെ ഇത്രയും ആളുകൾ അവരവിടെ ചാക്കിട്ട് പിടിച്ചു എന്നുള്ളതാണ്. അലർന്ന സിംഹം പോലെ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് അലർന്ന സിംഹം പോലെ നോക്കിയിരിക്കുന്നു എന്ന് ഒരു വചനം ഞാൻ ഓർക്കുകയാണ്. കാരണം ആളുകളിങ്ങനെ മറ്റാൾക്കാരെ പിടികൂടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിൽ നോബൽ സമ്മാനം ലഭിച്ച ആളായാലും കൊള്ളാം, സാധാരണക്കാരായാലും ബുദ്ധിജീവി ആയാലും കൊള്ളാം, ഈ ബുദ്ധി ഇല്ലാത്തവനായാലും കൊള്ളാം, അവിടെ ഒരേ സമയം പോവാന്നുള്ളതാണ്. അവിടെ എത്തിപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മൾ നാശകരമായ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി, ഒരു ദ്വീപിൽപ്പെട്ട സാത്താൻ്റെ ദ്വീപിൽപ്പെട്ട ഒരവസ്ഥ തന്നെയാണ് അയാളുടെ ജീവിതവും. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതാണ്. അതാണ് ആ വഴി കണ്ടെത്തുന്ന ചുരുക്കമാണ്. കാരണം ലോകം വളരെ വിശാലമാണ്. അതിക്രമങ്ങളും അകൃത്യങ്ങളും ഒക്കെ നിറഞ്ഞുകൊണ്ട് അങ്ങനെ ഭയാനകമായ രീതിയിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കൊലപാതകങ്ങളുടെ പരമ്പര വേറെ, അവിഹിത ബന്ധങ്ങളുടെ പരമ്പര വേറെ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വേറെ. ലോകം ഇങ്ങനെ ഏറ്റവും അസന്മാർഗികമായ രീതിയിൽ കൂടെ ലോകം അതിൻ്റെ വഴി ശക്തമായ രീതിയിൽ വീതിയുള്ള വാതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഓരോ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ, യേശുവിനെ അനുഗമിക്കുന്ന ആളുകൾ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ആ ജനം വളരെ പ്രയാസകരമായ രീതിയിൽ കൂടെ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് എന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ആ വഴി കണ്ടെത്തുന്ന ചുരുക്കമാണ്, അതിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു ചുരുക്കമാണ്. എന്തായാലും ഈ ഒരു സന്ദേശമാണ് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം അത് നിങ്ങൾ വായിക്കുക, ധ്യാനിക്കുക. ജീവങ്കിലേക്ക് ഉള്ള വഴി കണ്ടെത്തിയവർ ചുരുക്കം അത്ര. ആ ചുരുക്കത്തിൽ നിങ്ങൾ പെട്ടവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. മറ്റൊരു ആത്മീയ ചിന്തയുമായിട്ട് അടുത്ത പ്രോഗ്രാമിൽ വരാം. ഓക്കെ, താങ്ക് യു.